മുഖ്യമന്ത്രി സ്ഥാനം മാത്രമല്ല ശശി തരൂർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ മുന്നിൽ നിർത്തിയാലേ UDF വിജയിക്കൂ എന്ന അവകാശവാദവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണ്. സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തരൂർ അവതരിപ്പിക്കുന്നതിനെ ആശ്ചര്യത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്തും മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ സംസ്ഥാന നേതൃനിരയുടെ ഭാഗമായല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. തലസ്ഥാനത്തോ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാകുന്ന ദിവസങ്ങൾ തന്നെ കുറവാണ്. ലോക്സഭാ അംഗവും പ്രവർത്തക സമിതി അംഗവും പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന നേതൃത്വം തരൂരിനെ കാണുന്നത്. ഈ പദവികളിലെല്ലാം ഉണ്ടെങ്കിലും അർഹമായ റോളില്ലെന്ന് തരൂർ വിചാരിക്കുകയാണ്. അതുകൊണ്ട് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്ന ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. അത് നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ വേറെ വഴി നോക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. അത് മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള പുറപ്പാടല്ലെന്നും എഴുത്തിന്റെയും വായനയുടെയും വഴിയാണെന്നും വിശദീകരിച്ചെങ്കിലും അങ്ങനെ സ്വതന്ത്രനായി തുടരുക എളുപ്പമല്ലെന്നും പാർട്ടി പിന്തുണ ആവശ്യമാണെന്നും കൂട്ടിച്ചേർത്ത് ആശയക്കുഴപ്പം നിലനിർത്തുന്നുമുണ്ട്. തിരുവനന്തപുരത്ത് നിഷ്പക്ഷ വോട്ടുകളടക്കം നേടി കൈവരിച്ച വിജയത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തന്നെ പറിച്ചു നടാൻ കഴിയുമെന്ന തരൂരിന്റെ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കൾ അതേപടി അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും നേരിയ വിജയത്തോടെ കടന്നുകൂടുക മാത്രമാണ് തരൂർ ചെയ്തെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി ജയിക്കരുതെന്ന വാശിയോടെ പല വിഭാഗങ്ങൾ ഒരുമിച്ചത് തരൂരിന് അനുഗ്രഹമാവുകയായിരുന്നു. മുസ്ലിം ലീഗും NSSും ഇടക്കാലത്ത് നൽകിയ പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തിൽ ചില ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷവും സാഹചര്യം അങ്ങനെയാണെന്ന് അവർ വിലയിരുത്തുന്നില്ല. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നയാൾ LDF സർക്കാരിനെ പുകഴ്ത്തിയാണോ വഴി തുറക്കേണ്ടതെന്ന ചോദ്യവും ചിലർ ചോദിക്കുന്നുണ്ട്. അവഗണിച്ചാൽ ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന പ്രചാരണമുണ്ടെങ്കിലും അത് പലരും ഗൗരവത്തിൽ കാണുന്നില്ല. പുറത്തു നിന്നൊരാളെ ക്ഷണിച്ചുകൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്ന രീതി CPMന് തീരെയില്ല. കോൺഗ്രസിന്റെ സ്ഥിതി വഷളാകാൻ തരൂർ തുനിഞ്ഞാൽ പരമാവധി പ്രോത്സാഹിപ്പിക്കുക തന്നെയായിരിക്കുമെന്നാണ് CPM നയം. വേറെ വഴി നോക്കുമെന്ന് തരൂർ ഉദ്ദേശിക്കുന്നത് BJP ആണെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ടെങ്കിലും ആ പാർട്ടിക്കെതിരെ ആശയപരമായി ഉറച്ച നിലപാട് എടുത്തിട്ടുള്ളതിനാൽ തടസ്സങ്ങൾ ഏറെയാണ്. നേതൃത്വം തന്നെ വിലമതിച്ചേ തീരുവെന്ന ആവശ്യമാണ് തരൂരിന്റെ വാക്കുകളിലുള്ളത്. പക്ഷെ സ്വയം പരസ്യപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയുമാണോ അത് ചെയ്യേണ്ടതെന്ന ചോദ്യം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിലുമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ അഭിപ്രായത്തിൽ ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകുമെന്ന് കരുതുന്നില്ല എന്നതാണ്. എന്നാൽ പ്രതികരണങ്ങൾ അതിരുവിടരുതെന്നും അദ്ദേഹം തിരുത്തട്ടെ എന്നുള്ളതുമാണ് സുധാകരൻ നിലപാട്. 4 തവണ വിളിച്ചെങ്കിലും സംസാരിക്കാനായില്ലെന്നും തിരക്കിലാണെന്നും തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് നല്ലൊരു നേതാവില്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ ഞാൻ നന്നാകാൻ നോക്കാമെന്നും KPCC പ്രസിഡന്റ് പ്രതികരിച്ചു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ അഭിപ്രായപ്പെടുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഒരു കാലത്തും നേതൃദാരിദ്ര്യം ഉണ്ടായിട്ടില്ല എന്നും തരൂരിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി അവ പരിഹരിച്ച് അദ്ദേഹത്തെ കൂടെ നിർത്തണമെന്നുമാണ്. ദേശീയ രാഷ്ട്രീയത്തിലാണ് തരൂരിന് കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുക. കേരളത്തിൽ എന്നെപ്പോലെ ചെറിയ ആളുകൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തരൂരിന്റെ നിലപാടിനെ പിന്താങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് വിടുന്നത് കൊണ്ട് ശശി തരൂർ ഒറ്റയ്ക്കാവില്ല. സത്യം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കോൺഗ്രസിലെങ്കിൽ തരൂർ വേറെ വഴി നോക്കുന്നത് അത്ഭുതമില്ല എന്നാണ് തോമസ് ഐസക്കിന്റെ പക്ഷം. ദേശീയ സംസ്ഥാന തലങ്ങളിൽ സ്വന്തം വോട്ട് ബാങ്ക് കൊണ്ട് മാത്രം കോൺഗ്രസിന് ജയിക്കാനാവില്ലെന്ന് വിവാദ അഭിമുഖത്തിൽ ശശി തരൂർ പറയുകയായിരുന്നു. തിരുവനന്തപുരത്ത് താൻ 4 തവണ ജയിച്ചത് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾക്ക് പുറത്തുള്ളവ കൂടി നേടിയാണെന്ന് പറഞ്ഞായിരുന്നു ഇത്. കോൺഗ്രസും ആ രീതിയിൽ അടിത്തറ വിപുലപ്പെടുത്തണമെന്ന് തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും ഒപ്പം നിൽക്കാത്തവരുടെ പിന്തുണ പാർട്ടിക്ക് ഇക്കുറി വേണം. ഐക്യരാഷ്ട്ര സംഘടനയിൽ സേവനത്തിന് ശേഷം US-ൽ സ്വസ്ഥമായി കഴിഞ്ഞ താൻ സോണിയാഗാന്ധി, ഡോക്ടർ മൻമോഹൻ സിംഗ്, രമേശ് ചെന്നിത്തല എന്നിവരുടെ നിർബന്ധത്തിലാണ് ഇന്ത്യയിലേക്ക് എത്തിയത്, രാഷ്ട്രീയത്തിൽ ചേർന്നത്. താൻ രാഷ്ട്രീയക്കാരനെ പോലെയല്ല ചിന്തിക്കുന്നതെന്നും തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആലോചിക്കാറില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംസ്ഥാന സർക്കാരിനെയും പ്രശംസിച്ചതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു. ഇത്തരം പരാമർശങ്ങളോട് പൊതുജനങ്ങൾക്ക് എതിർപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂരിഭാഗം ആളുകളും പാർട്ടി അംഗങ്ങളല്ല. അവരിൽ പലരും ന്യായമായി ചിന്തിക്കുന്നവരാണ്. സർക്കാർ നല്ല കാര്യം ചെയ്യുമ്പോൾ അവർ പ്രശംസിക്കും, തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കും. തന്റെ പരാമർശങ്ങളെ പൊതുജനം ഇന്നുവരെ വിമർശിക്കുന്നത് കണ്ടിട്ടില്ലെന്നും പക്ഷെ പാർട്ടിക്കുള്ളിൽ വിമർശിക്കപ്പെട്ടിരുന്നു. എതിരാളികളെക്കുറിച്ച് എന്തിന് നല്ല കാര്യങ്ങൾ പറയുന്നു എന്നവർ ചോദിക്കുന്നു. എതിരാളികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കണമെന്നും തരൂർ വ്യക്തമാക്കുകയായിരുന്നു.